ഉപ്പിന് എബ്രായ ഭാഷയിൽ മെല എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം പൊടി എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ ഹലസ് എന്നാണ് പറയുന്നത്. സർവ്വസാധാരണമായ ഒരു പദാർത്ഥമാണ് ഉപ്പ്. സോഡിയം ക്ലോറൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. ചാവുകടലിന് ചുറ്റും പലയിടങ്ങളിലും ഉപ്പ് പാറകളുണ്ട്. ചാവുകടലിൻ്റെ പേര് തന്നെ ഉപ്പുകടൽ എന്നാണ്. യാം ഹമ്മല, ഉൽപ്പത്തി പുസ്തകം 14:3, സംഖ്യാപുസ്തകം 34:12, ആവർത്തനം 3:17, യോശുവ 3:16, 12:3, 15:2-3 വാക്യങ്ങൾ, 18:9. ഗ്രീഷ്മകാലത്ത് ചാവുകടലിൻ്റെ തെക്കുഭാഗത്തുള്ള നിരപ്പായ സ്ഥലങ്ങൾ ഉപ്പിനാൽ ആവരണം ചെയ്യപ്പെട്ട് ഉപ്പ് പടന പോലെ കാണപ്പെടും. ആവർത്തനം 29:22, സെഫന്യാവ് 2:9, യെരമ്യാ പ്രവചനം 17:6. യെരമ്യാ പ്രവചനം 17:6 ഉവർ നിലം എന്ന് പരിഭാഷ. ചിലരുടെ അഭിപ്രായത്തിൽ ഉപ്പ് താഴ്വര ഇവിടെയാണ്. 2 ശമൂവേൽ 8:13, 2 രാജാക്കന്മാർ 14:7, സങ്കീർത്തനം 60 ശീർഷകം. ചാവുകടലിലെ വെള്ളം മഗ്നീഷ്യം ഉപ്പുകളുടെ ആധിക്യം കൊണ്ട് ലവണപൂരിതമാണ്. മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്. പൗരസ്ത്യദേശത്ത് ഉപ്പ് വിശുദ്ധമായി കണക്കാക്കപ്പെട്ടിരുന്നു. ഒരുമിച്ച് ഉപ്പ് ഭക്ഷിക്കുന്നത് സൗഹാർദ്ദത്തിൻ്റെയും വിശ്വസ്തതയുടെയും ഉറപ്പായിരുന്നു. 2 ദിനവൃത്താന്തം 13:5. ദൈവം ഇസ്രായേലിനോട് ചെയ്ത ഉടമ്പടിയെ ലവണ നിയമം ബറീത്ത് മെല എന്നാണ് വിളിക്കുന്നത്. സംഖ്യാപുസ്തകം 18:19. യാഗാർപ്പണത്തിനും വഴിപാടിനും ഉപ്പ് ഒഴിവാക്കാൻ പാടില്ല. ലേവ്യ 2:13, എസ്ര 6:10, യെഹെസ്കേൽ പ്രവചനം 43:24. ശുദ്ധീകരണത്തിനും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും ഉപ്പ് ഉപയോഗിക്കും. മത്തായി 5:13, മർക്കോസ് 9:50, ലൂക്കോസ് 14:34, കൊലോസ്യ ലേഖനം 4:6. പിടിക്കപ്പെട്ട പട്ടണത്തിന്മേൽ ഉപ്പ് വിതറുന്ന സമ്പ്രദായമുണ്ട്. ന്യായപ്രമാണം 9:45. പട്ടണത്തെ നാശത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നുവെന്നാണ് അതിൻ്റെ ആശയം. എലീശ വെള്ളത്തെ പഥ്യമാക്കിയത് ഉപ്പിട്ടായിരുന്നു. 2 രാജാക്കന്മാർ 2:20.